രേണു സുധി വീണ്ടും എയറിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റും. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അതിപ്പം നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന. നമുക്ക് എല്ലാരും പറയുന്നില്ല, എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, നീ എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. ശരിയാ, ദാനം തന്ന അത് വലിയ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കല്ല, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പം ചോരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളില് നന്നായിട്ട്. അപ്പൊ ഈ ഒരൊറ്റ വീഡിയോയിലാണ് ഇപ്പം പ്രശ്നം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പം രേണു സുധി തന്നെ പറയുന്നുണ്ട്, ഇതൊരു ദാനം തന്ന വീടാണ്, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടെ കഷ്ടപ്പെട്ട് തന്നതാണ്, അല്ലെങ്കിൽ പിരിവിട്ട് തന്നതാണ്. ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന KHDC എന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു ട്രസ്റ്റിന്റെ പേര്. KHDEC എന്ന് പറയുന്ന കൂട്ടായ്മയാണ് ഈ ഒരു വീട് വെച്ചു കൊടുത്തത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ആദ്യ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പും വലിയ വലിയ മുതലാളിമാര്, കമ്പനികള്, ഏതെങ്കിലും സന്നദ്ധ സംഘടനകള് ഇവരൊക്കെ സഹായം ചെയ്യാറുണ്ട്. അപ്പോൾ ആ സഹായം ചെയ്തവര് എല്ലാവരും 100% വിശ്വാസ്യത പുലർത്തുന്ന അല്ലെങ്കിൽ സത്യസന്ധത പുലർത്തുന്ന വീടുകളാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച ഇന്നുവരെ വന്നിട്ടില്ല. കാരണം ഈ സന്നദ്ധ സംഘടനകളായാലും അത് രാഷ്ട്രീയ പാർട്ടി ആയാലും എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കാരുണ്യം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഉപഭോക്താക്കള് അവരുടെ വിഷമങ്ങൾ ഇന്ന് വരെ പുറത്തു പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുന്ന സഹായങ്ങളെല്ലാം തന്നെ എല്ലാം തികഞ്ഞ ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല, പാളിച്ചകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ രേണു സുധി പറയുന്നതിനകത്ത് ഫിറോസ് എന്ന് പറയുന്ന ഈ KHDCയുടെ ആ കൂട്ടായ്മയുടെ ഒരു തലപ്പത്തിരിക്കുന്ന വ്യക്തി, അതിന്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്, അദ്ദേഹം പറയുന്നത് ചോർച്ച ഉണ്ടെന്ന് തന്നെയാണ്. രേണു സുധി ഈ പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ വീട് ചോരുന്നതിന്റെ പേരിലാണ് അവര് വീട് മാറുന്നതെന്നാണ്. അപ്പൊ ഇവര് വീട് വിട്ട് നിൽക്കുന്നത് പോലും കേരളത്തിലെ പ്രശ്നമാണ്. മക്കളെയും കളഞ്ഞ് പിന്നെ എല്ലാം ഉപേക്ഷിച്ച് അവരവരുടെ തോന്നിയ രീതിയിൽ ജീവിക്കുന്നതൊക്കെയാണ് കേരളത്തിലുള്ള മിക്ക വിമർശകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ നിലവിലെ ഈ വീടിനുള്ളിൽ ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം സുധി മരിച്ചിട്ട് ഇപ്പോ ഒരു വർഷം കഴിയുന്നേ ഉള്ളൂ. അപ്പോ ഒരു വീട് പണിത് അതിന്റെ ഒരു ഇത്ര സമയത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ആരാണോ പണിതത് അവരുടെ അടുത്ത് അറിയിക്കുക സ്വാഭാവികമാണ്. അതിനകത്തൊന്നും ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ പിന്നെ ബിൽഡിങ് ചെയ്തിരിക്കുന്ന വ്യക്തി നല്ല വൃത്തിയുള്ള വീടാണ്. ഇതാണ് വീടിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ, നല്ല ഒരു എന്താ പറയുന്ന ഒരു ദാനം കൊടുത്ത വീട് എന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം സൗകര്യങ്ങളുള്ള രീതിയിലാണ് ഇത് കാണുക. പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ KHDC എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയുടെ പാളിച്ചയാണ്, അല്ലെങ്കിൽ അവർ ശരിയല്ല എന്നുള്ളതല്ല. ഇത് ഈ ലോകത്ത് ഏതൊരു ബിൽഡിങ്, അതൊരു വീട് അല്ലെങ്കിൽ വെക്കുന്ന ഒരു സ്ഥാപനം, ഒരു വീടായാലും ഒരു പിന്നെ കെട്ടിടമായാലും അതിന് ചെറിയ രീതിയിൽ പാളിച്ചകൾ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അത് സമ്മതിച്ചുകൊണ്ട് അവര് തന്നെ പറയുന്നുണ്ട്, ഇത്ര ചെറിയൊരു രൂപയെ അതിന് ചെലവുള്ളൂ, അത് നിങ്ങൾ ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ വെച്ച് ഒരു നല്ല അതിനുള്ള തന്റെ ഇടവും അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരു കൂട്ടായ്മയോടാണ് അവർ വിളിച്ചു പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവര് ഈ ചോർച്ച ഉണ്ടായ സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഇവര് വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വിളിച്ചിരിക്കുന്ന സമയത്ത് ഇവര് ഈ KHDCയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സുധിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് നേരിട്ട് സുധി എന്ന് പറഞ്ഞാൽ രേണു സുധി അല്ല വിളിച്ചിട്ടുള്ളത്. ഈ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് രേണുവിന്റെ മാതാപിതാക്കളാണ്. അപ്പൊ അവരുടെ അടുത്താണ് ഇവര് പ്രശ്നം, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും വേർഡ്സ് എന്തെങ്കിലും ഉണ്ടാവും. എന്ത് തന്നെയായാലും മുഷിവുണ്ടായിട്ടുണ്ട്, അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഒരു കാരണവുമില്ലാതെ ഇത്രയും ഒരു ആസ്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി അവരോട് ഇങ്ങനെ പെരുമാറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ KHDCയുടെ ഭാഗത്തുള്ള ആ ഫിറോസ് എന്ന് പറയുന്ന കക്ഷിയുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം.
ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചത്. അപ്പൊ ഇതാണ് വാസ്തവം. രേണു സുധി പറഞ്ഞതിനകത്ത് കള്ളമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഫിറോസ് പറയുന്നതിനകത്തും വ്യക്തമാണ്, കക്ഷി പറയുന്നതിനകത്ത് സത്യസന്ധത ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗത്തെ ആൾക്കാർ തമ്മിൽ മുഷിവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു പക്ഷേ ഇവർക്ക് ഒരു എന്താ പറയുന്ന ഒരു ചർച്ചയിലൂടെയോ ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിന് മുന്നിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ചെറിയൊരു പൈസ മുടക്കില് ആ വിടവ്, അതായത് നമ്മൾ ഇതാണ് വീടിന്റെ ഈ ഭാഗങ്ങളിൽ 2 ഭാഗങ്ങളിൽ എവിടെയോ ആണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശക്തമായ കാറ്റ് വരുമ്പോഴത്തേക്കും ശീതം അടിച്ചു കയറ്റി അതിനകത്ത്, നമ്മളെ കേരളത്തിലെ മഴ എന്തായാലും നമുക്കറിയാമല്ലോ, എന്ത് തന്നെയായാലും നമ്മൾ പെട്ടെന്ന് ഈ വാർത്ത കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇനി സീലിങ്ങിന്റെ മേളിൽ കാണാം ഇവര് സ്ലാബ് ചെയ്തതിനകത്ത് വല്ല ഹോൾസ് വല്ലോ അങ്ങനെ കാണാണെന്ന് നമ്മൾ വിചാരിക്കുക. അങ്ങനെയൊന്നുമല്ല. വീട് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടത്തില്ല. കാരണം സ്വാഭാവികമായിട്ടും ഒരു വീടിന്റെ ചോർച്ച എന്ന് പറയുന്നത് സീലിങ്ങിന്റെ അല്ലെങ്കിൽ മേളിലത്തെ ടെറസിന്റെ ഭാഗത്ത് കെട്ടി നിന്നിട്ട് അവിടുന്ന് വാർന്നിറങ്ങുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് പ്രശ്നമുണ്ട്. ആ വീട് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. സാധാരണ നോർമലി എല്ലാ വീടുകളും അങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. പക്ഷെ ഈ കാറ്റടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറയുന്നത് കൂടിപ്പോയ ഒരു 7,000-6,000 രൂപയുടെ കേസേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം ഒരു കമ്പനി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു തൊഴിൽ എടുക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, അപ്പൊ അവർക്ക് ഇത് ചെയ്യുമ്പോൾ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. കാരണം അവർ ഫുൾ മാൻ പവറോടെ ആയിരിക്കും വരിക. അതിന് വണ്ടി, വാഹന സൗകര്യം, അല്ലെങ്കിൽ അതിനുള്ള ലാഡർ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ടാവും. ഒരു പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് ക്ലിയർ ചെയ്ത് പോകും. നേരെ മറിച്ച് നമ്മൾ റിസ്കിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായി മാറും. അത് ബുദ്ധിമുട്ടായി മാറും എന്ന് പറഞ്ഞാൽ ഒന്നേന്ന് തുടങ്ങണം. അപ്പോ ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ള പാളിച്ചകളെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഇവർക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് അറിയാം. അതായത് ഇപ്പോ ഈ രേണുസുധിയുടെ മാതാപിതാക്കൾ ഇവര് വിളിച്ചു പറയുന്നു, അപ്പൊ ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞതെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇത് പുറത്തുള്ളവരാരും അറിയില്ല, അല്ലെങ്കിൽ ഇത് വലിയ വിഷയമായിട്ട് വരില്ല. പക്ഷെ ഇവര് വിചാരിക്കാത്ത രീതിയിൽ സംഭവിച്ചു പോയി. കാരണം കയ്യിൽ നിന്ന് പോയി. ഇവരിത് കൺട്രോൾ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട്, സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെ ഇത് മനസ്സിലായി ഇതിനകത്ത് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലായ സ്ഥിതിക്ക് അത് ചെയ്തു കൊടുത്തതിന് ശേഷം അവരെ വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു ലൈവിലൂടെ വന്നിട്ട് വേണമെങ്കിൽ അവർക്ക് പറയാമല്ലോ. അത് കേരളം എത്രമാത്രം വിശ്വാസതയോടെ എടുക്കും. ഇവർക്ക് ഒന്നുകൂടി അത് ഇമേജ് കൂടുകയുള്ളൂ. ഇപ്പൊ ഇവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്രെഡിബിലിറ്റി പോയി. അതായത് നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു കെട്ടിട നിർമ്മാണം, അല്ലെങ്കിൽ ഇവർക്ക് ഫർണിച്ചർ കച്ചവടം ഒക്കെ ഉണ്ട്, ബിസിനസ് എല്ലാം, ഒരു വീടിന്റെ ഫുൾ ബിസിനസ് ഇവർക്കുണ്ട്. ഫർണിച്ചർ ഒന്നും പുറത്തു പോയി എടുക്കുന്നതല്ല, ഇവരുടെ തന്നെ സ്വന്തം വിൽപ്പന ഉള്ളതാണ്. അവർ ചെയ്യുന്ന വീടിനകത്ത് തന്നെ എല്ലാ സാമഗ്രികളും ഇവരെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് പറ്റിപ്പോയ പ്രശ്നം ഇതാണ്, അബദ്ധം പറ്റിപ്പോയി. എന്തെങ്കിലും ഒരു ബിസിനസിന്റെ പേരിൽ വന്നിട്ടുള്ള ചെറിയ ഒരു പിഴവാണെന്ന് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് കരുതി ഒരു കാരണവശാലും ഇവരെ ബിൽഡിംഗ് ക്വാളിറ്റി കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെ ഇനിയിപ്പോ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളം ഇനി ഇവരെ
എങ്ങനെ വിശ്വസിക്കും, ഇനി ഒരു വീട് വെക്കാനായിട്ട് ഇവരെ ആരെങ്കിലും വിളിക്കുമോ എന്നൊക്കെയാണ് ഇവര് ഉത്കണ്ഠ. അതാണ് ഇപ്പൊ നിലവിലെ പ്രശ്നം. അതാണ് ഇവർക്ക് ഇപ്പം രേണു സുധിക്ക് വെച്ചു കൊടുത്ത വീട് ആ രീതിയിലായി എന്നുള്ള വിഷമമല്ല, ഇവർക്ക് ഭാവിയിൽ ഇവർക്കുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് കൂട്ടായ്മ ഇതെങ്ങനെ മുന്നോട്ട് പോകും, മറ്റുള്ളവർ മുമ്പിൽ എങ്ങനെ വരും. കാരണം ഇത്രയും നാള് എല്ലാവരും ഒരു പോസിറ്റീവ് ഇമേജിൽ കൊണ്ടു നടന്നിട്ടുള്ള ഒരു സൈഡ് ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിന്റെ ഒരു എന്താ പറയുക നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഇവരിത് പരിഹരിക്കാമായിരുന്നു. പക്ഷെ അത് എല്ലാ ബിസിനസ്സിലും അങ്ങനെയാണ്. ഇപ്പൊ വാഹന കച്ചവടക്കാർ ഇപ്പം സെക്കൻഡ് ഹാൻഡ് ആവട്ടെ ഫ്രഷ് ആവട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് ഇവർ നോക്കത്തില്ല. ആ പ്രശ്നം അങ്ങനെ ഊതി ലാസ്റ്റ് ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഇത് വാങ്ങിയ ആള് അല്ലെങ്കിൽ ഇത് ആരാണോ ഇത് ഉപയോഗിക്കുന്നത് അവർക്കുള്ള സമനില തെറ്റിയതിനു ശേഷം സോഷ്യൽ മീഡിയകളിലെല്ലാം കാണാം പറയുകയും അതിനെപ്പറ്റി വീഡിയോ ലൈവോ എല്ലാം വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ളവർക്ക് ബോധോദയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് സംഭവം സംഭവിച്ചത് ഇതാണ്. അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മുതലാളിമാര് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെയുള്ള പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള സമയം ഓൾറെഡി കിട്ടും. അപ്പൊ നിങ്ങൾ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും സുഖ സൗകര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വൻ വിജയത്തിൽ തന്നെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ പറയുന്നില്ല, സംസാരിക്കുന്നില്ല. നന്ദി, നമസ്കാരം.